കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ, പാനൂർ ഏരിയ കമ്മിറ്റി. പിന്നെ ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുകുന്ദപക്ഷമെന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ബൂർഷ്വാ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി. ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം 17-ാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായിരിക്കും. വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും. ഹലോ, അയ്യപ്പദാസല്ലേ? അതെ, എന്താ? ഹലോ, വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പാനൂര് ഏരിയ സമ്മേളനം മേൽപ്പറഞ്ഞ തീയതികളിൽ പരാതികൾക്ക് ഇടവരുത്താതെ വിജയകരമായി പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. നിങ്ങൾക്ക് ബാങ്കിൽ പോകണമെന്നല്ല പറഞ്ഞത്? വീഡിയോ അറിയിക്കോ, ഈ വഴിയാണ്. ശരി. ഞാൻ പറഞ്ഞില്ലേ, ഇതാ നമ്പർ. 2-3 ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൊരു തോന്നല്. ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം. നമ്മളെ ബിനീഷിൻ്റെ ആടെ. അത് വിട്, അത് നമുക്ക് നോക്കാം. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. ഏട്ടാ, ആഹാ, കോയിക്കാല് 17-ലെ സമ്മേളനം ഇപ്രാവശ്യം നല്ല കളറായിരിക്കും. നിന്റെ സഖാവ് തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം. മൂപ്പർക്ക് ഇപ്പം എന്തുന്നാ മൈലേജ്, എന്തുന്നാ ഫാൻസ്. ദാസന് ഫുട്ബോൾ ഇഷ്ടമോ? കളിക്കാറുണ്ട്. ഇത് കണ്ടാ മാഷേ, ലാഹോറിലെ യുവജന സഖാക്കള് ഡൽഹി മാർച്ച്. ഫോട്ടോ നോക്ക്. എനിക്കെന്താടാ ഇത്ര പുച്ഛം? അതല്ല, ലാത്തി കണ്ടിട്ട് മുട്ടടിച്ചിട്ടോട് നോട്ടം കണ്ട. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീരി ഉള്ളത്? ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ? സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യമുള്ളൂ. അതെന്ത് വർത്താനാ മാഷേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടേണ്ടിയൊക്കെ വരും. ആര് ഭരിച്ചാലും പോലീസ് പോലീസാണേ. നമ്മുടെ അനുഭവം തന്നെ നോക്കിയാൽ പോരെ. മുകുന്ദ സഹാവനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരാ ഭരിക്കുന്നത്? നമ്മൾ. അതോ ഭരണം മാറിയോ? പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം. എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം.
പിന്നെ മാഷേ, നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവരുത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സഖാവേ, പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്ത അട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട്. വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ, സുരക്ഷിത സ്ഥാനത്തെത്തിയവർ. എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത്. ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ല് തകർത്തിട്ടുണ്ട്. ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നിനു വേണ്ടിയല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പ് ഉള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ്, അറുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ട്. ജീവിക്കുന്നവരിലും ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ. നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി. നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു. നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും. മറക്കരുത്, മറന്നു പോകരുത്.